ഉണ്ട്. ഓക്കെ, ഇത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളി ചേഞ്ച് ആവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ insatxmini9 അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ insatxmini9 എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് അറിയാതിരിക്കാം, എന്നാൽ കുറച്ച് പേർക്കൊന്നും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് insatxmini9 എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ insatxmini9 ക്യാമറ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഐസ് ബ്ലൂ കളറാണ്. സോ ഇത് കൂടാതെ പല കളേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ അവർ വേറെ തന്നെ കുറച്ച് ആക്സസറീസ് ഒക്കെ തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു ടാഗ് തന്നിട്ടുണ്ട്, അത് നമ്മുടെ ഈ ഇൻസ്റ്റാക്സ് ക്യാമറയുടെ ഇവിടെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് നമുക്കത് ഈസി ആയിട്ട് ലൈക്ക് ഈ ക്യാമറ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാഗാണ്. പിന്നെ തന്നിട്ടുള്ളത് രണ്ട് 2A ബാറ്ററീസ് ഉണ്ട്. സോ ഇത് നമുക്കിവിടെ ബാറ്ററി സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യാം. പിന്നെ പറയാനുള്ളത് ഒരു ലെൻസ് ഒരു വേറൊരു ലെൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ടോ ഇതിൻ്റെ ഫിലിം മേടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സെറ്റായിട്ട് തന്നെ കിട്ടും, അതായത് ഹോൾ സെറ്റ്, അതായത് ക്യാമറയും ഫിലിമും അതിൻ്റെ ആക്സസറീസ് ആയിട്ട് ഫുൾ സെറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ഞാനിപ്പം ഫിലിം എക്സ്ട്രാ മേടിച്ചതാണ്. ഇതാണ് ഇതിൻ്റെ ഫിലിം എന്ന് പറയുന്നത്. ഈ ഒരു ഫിലിം സെറ്റിൽ 20 ഷോട്ട്സ് ഉണ്ടാവും. അപ്പം ഞാൻ ഇതിൽ ഓൾറെഡി 10 ഷോട്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഫിലിം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇത് ഇങ്ങനെ ഒരു കാട്രിഡ്ജ് പോലെയാണ് വരുന്നത്. ഇത് ഞാൻ ഈ ക്യാമിൽ ഇൻസേർട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഞാൻ മുന്നേ എടുത്തു വെച്ചതായിരുന്നു. അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ഓട്ടോമാറ്റിക് ലൈറ്റ് സെൻസേഴ്സ് ഉണ്ട്. അപ്പം ഈ ലൈറ്റ് സെൻസേഴ്സ് വെച്ചിട്ട് അത് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ ഡിറ്റക്ട് ചെയ്തിട്ട് ലൈറ്റ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്കിത് പ്രസ് ചെയ്താനായിട്ട് ഇതുണ്ടോ, ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് ഇൻഡോർ ആണോ അല്ലെങ്കിൽ ക്ലൗഡി ആണോ സണ്ണി ആണോ അങ്ങനെ ഏത് ലൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ഇമേജ് എടുക്കാം, ഫോട്ടോ എടുക്കാം. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന് ഒരു ഫ്ലാഷ് ഉണ്ട്, ഓട്ടോ ഫ്ലാഷ് ആണ്. അതായത് അക്കോർഡിംഗ് ടു ലൈറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ഓട്ടോ ഫ്ലാഷ് അടിക്കും. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വ്യൂ ഫൈൻഡർ ഉണ്ട്. പിന്നെ ഒരു കൗണ്ട് ഉണ്ട്, എത്ര ഷോട്ട്സ് റിമൈനിങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൗണ്ട് ഡിറ്റക്ട്. സോ ഇതിന്റെ മറ്റൊരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഈ സെൽഫി മിറർ ക്യാമറയാണ്. ഇത് നമ്മുടെ ഈ ഇൻസ്റ്റാക്സിന് തന്നെ മിനി 8 വരുന്നില്ല, മിനി 9 തൊട്ടിട്ടാണ് ഇതിന്റെ ഈ എന്താ പറയുക സെൽഫി മിറർ വേർഷൻസ് വരുന്നത്. ഇൻസ്റ്റാക്സ് ക്യാമറ എന്ന് പറയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. കാരണം ഇത് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ ടാഗ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് വളരെ ഗ്രിപ്പോട് കൂടിയിട്ട് ഇത് പിടിക്കാൻ പറ്റും. പിന്നെ ഈ ഗ്രിപ്പ് മാത്രമല്ല, ഈ ക്യാമറയിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ഭയങ്കര പ്രൊഫഷണലിസം ഒന്നും വേണ്ട, ഭയങ്കര SLR ഒക്കെ എടുക്കുന്ന പോലെ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. ഭയങ്കര സിമ്പിളായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇമേജ് വരും, അത്രേ ഉള്ളൂ. സോ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ക്യാമറയാണിത്. അപ്പം നമുക്ക് ഇതിലെങ്ങനെ ഫോട്ടോസ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു സെൽഫി പിക്ചർ ആട്ടോ എടുക്കുന്നത്, കാണിച്ചു തരാം. സോ ഈ ബട്ടൺ ആട്ടോ ഞാൻ പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, ഇത് ഇങ്ങനെ വരും. സോ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഒരു വൈറ്റ് ഇമേജ് കാണുക. അപ്പം ആ വൈറ്റ് ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ ജസ്റ്റ് ഇങ്ങനെ 2 പ്രാവശ്യം ഒന്നിങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ക്ലിയർ ആയിട്ട് വരും. സോ ഗ്രാജുവലി ഇത് കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാണാൻ തെളിഞ്ഞ് വരുന്നുണ്ട്.
സോ അപ്പം ഞാൻ ഈ ഒരു ഫിലിം അവര് നമ്മളെ ഈ ഫിജി ഫിലിം പറഞ്ഞിട്ടുണ്ട് 100% വാട്ടർ പ്രൂഫ് ആണ് ഈ ഒരു ഫോട്ടോ പ്രിന്റ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ വാട്ടർ പ്രൂഫ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടേ ഇവിടെ ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ വെള്ളത്തിൽ നമ്മൾ ഈ ഫിലിം ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. എന്താവും പഠിച്ചനെ വെള്ളത്തിൽ. യാ ഫുള്ളി ഇൻസേർട്ട് ആവുന്നുണ്ട്. ഞാൻ ഇത് ഫുള്ളി ഡിപ്പാവുന്നില്ല, ഞാൻ അതൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഫുള്ളി ഡിപ്പ് ചെയ്തിട്ടുണ്ട്. സി ഒന്നും ആയിട്ടില്ല. ഇതെന്താ പറയുന്നത്, അവർ പറയുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ മേളിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. സോ അതാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഒന്നുകൂടി ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങ് വെക്കുന്നുണ്ട്. ഓക്കേ, സോ നമ്മള് കമ്പനി പറഞ്ഞ പോലെ 100% വാട്ടർ പ്രൂഫ് ആണ് നമ്മുടെ ഈ ഫോട്ടോ പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഇൻസ്റ്റാക്സ് മിനി ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ പല വെറൈറ്റീസ് വരുന്നുണ്ട്. അത് നമ്മുടെ ഈ ഫിലിമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ഫിലിം വൈഡ് ആണെങ്കിൽ വൈഡ് ഫോട്ടോസ് വരുന്ന ക്യാം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ ഫോട്ടോസ് വരുന്നതും ഉണ്ട്. സോ അതിന്റെ ബേസിസിലാണ് ക്യാമറ ലൈക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഐ മീൻ ക്യാമറ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് അതിന്റെ ബേസിസിലാണ്. പിന്നെ വരുന്നത് മിനി, അതായത് മിനി ഫോട്ടോസ് വരുന്നതാണ് ഈ സെറ്റ്. ഇത് മിനി 9 ആണ്. ഇത് കൂടാതെ മിനി 8 ഉണ്ട്, മിനി 11 ഉണ്ട്. ഇപ്പം മിനി 8 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെയർ വ്യൂ മിറർ അതൊന്നും ആ ഫീച്ചർ വരുന്നില്ല. മിനി 9 തൊട്ടിട്ടാണ് ആ ഫീച്ചർ വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന് പല വേരിയന്റ് കളേഴ്സ് ഉണ്ട്. സോ ഞാനിപ്പോൾ ഇവിടെ ഐസ് ബ്ലൂ കളറാണ് മേടിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ പല പിങ്ക്, വയലറ്റ് എല്ലാം കളേഴ്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഇത് ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ്, അല്ല ഒരു സൂപ്പർ ക്യൂട്ട് ഗിഫ്റ്റ് ആണ്. സോ ഇത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊരു മെമ്മറി മേക്കർ കൂടിയാണ് ഇത് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് തന്നെ ഇതൊരു ബെസ്റ്റ് മെമ്മറി മേക്കർ ആണെന്ന് പറഞ്ഞത്. So hope you guys enjoyed our video. So until we meet in the next episode, this is Nikita signing off.